ഇറാൻ ഇന്ന് ഹോർമുസ് കടലിടുക്കിൽ 4 കപ്പലുകൾ ആക്രമിച്ചിരിക്കുകയാണ്. ഈ കപ്പലുകൾക്ക് പൂർണ്ണമായ എസ്കോർട്ട് നൽകിയത് അമേരിക്കയാണ്. അമേരിക്കയുടെ ഒരു സുരക്ഷയും ഹോർമുസ് കടലിടുക്കിൽ ഇറാന്റെ മിസൈലുകൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്തതാണ് എന്ന് ഇപ്പോൾ വ്യക്തമാണ്. മാത്രമല്ല, ഹോർമുസ് കടലിടുക്കിന്റെ പൂർണ്ണ അധികാരം ഇറാന്റെ കയ്യിലാണ് എന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് ഈ കാര്യങ്ങളെല്ലാം. യഥാർത്ഥത്തിൽ ഈ കപ്പലുകൾ ഈ ഗുരുതരമായ സാഹചര്യത്തിലും എന്തുകൊണ്ട് ഈ വഴി നീക്കം നടത്തുന്നു എന്നതിനുള്ള മറുപടി ഇരട്ടി പ്രതിഫലമാണ് കപ്പൽ ഉദ്യോഗസ്ഥർക്ക് കമ്പനി നൽകിക്കൊണ്ടിരിക്കുന്നത്. കാരണം അമേരിക്ക ഇവർക്ക് പൂർണ്ണ സുരക്ഷ ഉറപ്പുവരുത്തുന്നു. ഈ അമേരിക്ക പറയുന്ന വഴി, അതായത് ഒമാനിനോട് ചേർന്ന് നിൽക്കുന്ന ഭാഗത്തുകൂടെ സർവീസ് നടത്താനാണ് ആവശ്യപ്പെടുന്നത്. വലിയ രീതിയിലുള്ള കൂലി ലഭിക്കുന്നത് കൊണ്ട് ആ ഒരു ശ്രമകരമായ കാര്യത്തിന് കപ്പിത്താന്മാർ തയ്യാറാവുകയാണ്. എന്നാൽ ഈ കപ്പലുകളൊന്നും തന്നെ ഈ വഴി കടത്തിവിടാതെ ഓരോന്നും ഇറാൻ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ 24 മണിക്കൂറിനിടയിൽ 4 എണ്ണ ടാങ്കറുകളെയാണ് ഇറാൻ ആക്രമിച്ചിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ വാർത്ത വരുന്നത്. എന്തായിരുന്നാലും അമേരിക്കയുടെ എസ്കോട്ടുകൾക്ക് ഇവിടെ ഇറ്റ് വാസ് ബീങ് എസ്കോർട്ടഡ് ബൈ ദി US മിലിറ്ററി എന്നാണ്. US മിലിറ്ററിയുടെ പൂർണ്ണ സുരക്ഷ അവർ നൽകിയിട്ട് പോലും ഇതിന് സുരക്ഷിതമായി ഹോർമുസ് കടലിടുക്ക് കടക്കാൻ കപ്പലുകൾക്ക് സാധിച്ചില്ല. അമേരിക്കയുടെ ഒരു രീതിയിലുള്ള നീക്കങ്ങളും ഹോർമുസ് കടലിടുക്കിൽ വിജയിക്കുന്നില്ല എന്ന കാര്യം ഇതിലൂടെ വ്യക്തമാണ്.